الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وأصحابه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله لقد قال الله تعالى في القرآن العزيز أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله أيضا بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസികളെ സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അവന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണം നമ്മളോടൊപ്പമുണ്ട് എന്നതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങി അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം, ഇതെല്ലാം കൂടിച്ചേർന്നതായിരിക്കണം നാം ഓരോരുത്തരുടെയും ജീവിതം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ കാലം നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ചരിത്രത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കുടുംബത്തിന്റെ ജീവിത ചരിത്ര പശ്ചാത്തല കയറ്റ ഇറക്കങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹാജിമാരുടെയും ഹജ്ജ് കൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹജ്ജ് ചെയ്ത പലരും എൻ്റെ മുമ്പിലുണ്ട്. ചിലരെങ്കിലും ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുണ്ടായിരിക്കാം.
ഓരോ വിശ്വാസിനികളും അദമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് ആ കർമ്മത്തെ എപ്പോഴാണ് തങ്ങൾക്ക് ആ വിളി വന്നെത്തുക എന്ന് പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഗേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് കേവലം 5 ദിവസം കൊണ്ട് നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് എന്നതിനപ്പുറം ജീവിതത്തിലുടനീളം ആ കർമ്മം നിർവഹിക്കാൻ അദമ്യമായ ആഗ്രഹത്തോടുകൂടി അതിന് നീ വിധി കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസിനികളും തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അതിന്റെ ത്യാഗസുരഭിലമായ ത്യാഗപങ്കിലമായ ആ ഒരു ജീവിതത്തെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഞാനത് പറയാൻ കാരണം എല്ലാ ആരാധനാകർമ്മങ്ങളെ പോലെ ഭാഷയുടെ പ്രയോഗം പോലും വിനോദയാത്രകൾക്കുള്ള പ്രയോഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പാക്കേജുകൾ എന്ന് പറയുന്ന, ടൂറുകൾ എന്ന് പറയുന്ന ഒരു വിസിറ്റിംഗ് ആയി വിശുദ്ധമായ ഹറമിലേക്കുള്ള യാത്ര, ഉംറയായിരുന്നാലും ഹജ്ജായിരുന്നാലും അതിന്റെ ഭൗതികമായ തലങ്ങൾ വലുതായി നിൽക്കുകയും ആത്മീയമായ തലങ്ങൾ വളരെ സൃഷ്ടിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. വെറുതെയൊന്നുമല്ല അല്ലാഹു തആല ഇസ്ലാമിന്റെ 5ാമത്തെ സ്തംഭമായ ഹജ്ജ് അത് പരിശുദ്ധമായ ആ കഅബയിൽ തന്നെ പോയി ചെയ്യണം എന്ന് നിശ്ചയിച്ചത്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ജഅലല്ലാഹുൽ കഅബത അൽ ബൈത അൽ ഹറാമ അൽ ഖിയാം എന്നാണ് 5ാമത്തെ അധ്യായം സൂറ അൽ മാഇദയിലെ 97ാമത്തെ വചനത്തിന്റെ ആരംഭം അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത്. ജഅലല്ലാഹു അൽ കഅബത അൽ ബൈത്തുൽ ഹറാം, പവിത്രമായ കഅബയാകുന്ന ആ മന്ദിരത്തെയാണ് അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്, ആക്കി തീർത്തിരിക്കുന്നത് ഖിയാമൻ, ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് ആധാരമായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഉമ്മത്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളും ഒരു ഉമ്മത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അവസാന വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ ഉമ്മത്ത്, ഒരു ഉമ്മത്തി എന്നുള്ള നിലയിൽ നമുക്ക് നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ ആ നിലനിൽപ്പിന് ആധാരമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് കഅബയാകുന്ന മസ്ജിദുൽ ഹറാമാണ് എന്ന് അല്ലാഹു തആല പ്രതിപാദിക്കുന്ന പ്രതിപാദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ഗേഹത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ഉംറയും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്ര. ആ യാത്രയിൽ ഭൗതികമായ പലതും നമുക്ക് ലാഭകരമായിരിക്കാം, നമുക്ക് നേടാൻ അനുവാദമുണ്ടായിരിക്കാം, ചെയ്യാൻ ഇസ്ലാം സമ്മതം നൽകുന്നുണ്ടായിരിക്കാം. സാമ്പത്തികമായ നേട്ടം ആഗ്രഹിക്കുന്നതിൽ ഇസ്ലാം എതിരല്ല. ലൗകിക അല്ലെങ്കിൽ സാർവകാലികമായ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വിശ്വാസികൾ ഒത്തൊരുമിച്ച് കൂടുന്ന ആ മഹാസമ്മേളനത്തിന്റെ
ആ ഒത്തൊരുമിച്ച് കൂടുന്നതിൽ നമ്മൾ ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ അവിടെ നമ്മൾ കൂടിയാലോചനകൾ നടത്തുന്നതിന് ഇസ്ലാം എതിരല്ല. അങ്ങനെ ഭൗതികമായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കച്ചവടങ്ങളോ അനുവദനീയമായിട്ടുള്ള ലാഭങ്ങളോ അനുവദനീയമായിട്ടുള്ള കൂടിയാലോചനകളോ അത്തരത്തിലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് അല്ലാഹു തആല എതിരല്ല എന്ന് മാത്രമല്ല, അതെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തൊരു മതമാണ് ഇസ്ലാം. എന്നാൽ അതിനപ്പുറം നമുക്ക് ആത്മീയമായി മാനസികമായ തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്നു, ഒരു ഉമ്മത്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള അടിസ്ഥാന ആധാരമായി, അടിസ്ഥാന ശിലയായി അല്ലാഹു തആല നിശ്ചയിച്ചു തന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തീർച്ചയായും ഈ കഅബ എന്ന് പറയുന്ന മസ്ജിദുൽ ഹറാം. ആ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മറന്ന് അതിന്റെ അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്ന പ്രമാണങ്ങളെ മറന്ന് ഒരു ഭൗതികതയിലേക്കുള്ള യാത്രയായി പോയാൽ, കേവലം ഭൗതികമായ ഒരു യാത്രയായി നമ്മൾ നിർവഹിച്ച് കഴിഞ്ഞതാണ് ഹജ്ജ് എന്ന ഒരു ചിന്തയായി പോയാൽ, ആ ഹജ്ജ് കൊണ്ട് യാതൊരുവിധ ഫലവും നമുക്ക് കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ, ദുനിയാവിലും ആഖിറത്തിലും. ഖുർആൻ അതിന്റെ 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇംറാനിലെ 97-ാമത്തെ വചനത്തിൽ കൃത്യമായി ഖുർആൻ ആ കാര്യം പറഞ്ഞല്ലോ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. 96-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഭൂമി ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിതമായ ഒന്നാമത്തെ ഭവനമാണ് ബക്ക എന്ന് പറയുന്ന മക്കയിലുള്ള കഅബ. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം. ഭൂമി ലോകത്ത് അല്ലാഹുവിനെ സാക്ഷാൽ സൃഷ്ടാവായ പ്രപഞ്ചനാഥനെ ആരാധിക്കാൻ പ്രഥമമായി പടുത്തുയർത്തപ്പെട്ട ഭവനമാണ് എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും ഒന്നാമത്തെ ശ്രേഷ്ഠത. ഒപ്പം മുബാറക്കൻ, അനുഗ്രഹീതമാണത്. മാലാഖമാരാലും മാനവരാശിയിലെ ഏറ്റവും മഹത്തുക്കളായ അമ്പിയാക്കളാലും മുർസലുകളാലും ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠവാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പാദസ്പർശത്താലും ഒക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് പാത്രീഭൂതമായ സ്ഥലമാണ് ആ ഭവനം എന്ന്, ആ ഭവനത്തിന്റെ ചുറ്റുപാട് എന്ന് അല്ലാഹു തആല പറയുന്നു. വഹുദൻ ലിൽ ആലമീൻ, സർവലോകർക്കുമുള്ള മാർഗദർശക നിയമ തത്വസംഹിതകളുടെ പൂർത്തീകരണത്തിനു വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തതും ആ ഭവനവും ആ ഭവനത്തിന്റെ പരിസര പ്രദേശങ്ങളുമാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂട്ടത്തിലൊരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കപ്പെടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ എന്ന് പറഞ്ഞാൽ, പിന്നീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളാകുന്ന മസ്ജിദുകളെല്ലാം അതിന്റെ ബ്രാഞ്ചുകളാണ്. ആ ബ്രാഞ്ചുകളിൽ നിന്ന് മാനവരാശിക്ക് കിട്ടേണ്ടത് ഹുദയാണ്, മാർഗദർശകം കിട്ടണം. സന്മാർഗദർശകമാണ് ഓരോ പള്ളിയിൽ നിന്നും മാനവരാശിക്ക് കിട്ടേണ്ടത് എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ പാഠവും കൂടി ഇസ്ലാം ആ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൈമുത്തി, ഇമാമിന്റെ കൈമുത്തി കാലം കഴിക്കുന്ന ഒരു ഉമ്മത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വർത്തമാനകാല ലോകത്താണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്ന ഡൽഹി ജുമാ മസ്ജിദില് വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞിട്ട് കേവലം 7 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു ജുമായിൽ പങ്കെടുത്തിട്ട് എന്താണ് പറഞ്ഞത് എന്ന് ആയിരിക്കുന്ന സദസ്സിന് ഒരു വാക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ
അറബിയിൽ ഏതാനും വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇമാം നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാം മിഹ്റാബിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാത്തിരുന്ന് ഇമാമിന്റെ കൈ പിടിച്ച് മുത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഉമ്മത്താണ് ഇന്ത്യ രാജ്യത്ത്. ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു തആല പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, എന്തിനു വേണ്ടിയാണ്? വഹുദൻ ലിൽ ആലമീൻ. ആ പള്ളികളിൽ നിന്ന് പരിവർത്തനത്തിന്റെ, മാറ്റത്തിന്റെ, ഉത്ബോധനത്തിന്റെ, കൃത്യമായിട്ടുള്ള സന്മാർഗ ദർശനത്തിന്റെ മഹനീയമായ പാഠങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം നിർമ്മിക്കപ്പെട്ടത്. ആ ഭവനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന, യൗമുസ്സാഅത്ത് വരെ, അന്ത്യനാൾ വരെ വരുന്ന എല്ലാ ഭവനങ്ങളിൽ നിന്നും ആ ഹിദായത്തിന്റെ മാർഗദർശനം മാനവരാശിക്ക് കിട്ടുന്നതായിരിക്കണം എന്ന വലിയ ഒരു പാഠം ഖുർആൻ ആയത്തിൽ നമുക്ക് പറഞ്ഞു വെച്ച് തരുന്നുണ്ട്. നിൽക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെൽപ്പടയാളങ്ങൾ, അദ്ദേഹം നിന്ന അടയാളങ്ങൾ, അദ്ദേഹത്തിന്റെ നെൽപ്പടയാളങ്ങൾ ആ ഭവനത്തിൽ ഒരു വലിയ ദൃഷ്ടാന്തമായി നാം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. വമൻ ദഖലഹു കാന ആമിന. ആ ഒന്നാമത്തെ പ്രഥമമായ കേന്ദ്രത്തിലേക്ക് ആര് പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുമെന്ന് അല്ലാഹു തആല നിയമമാക്കിയിരിക്കുന്നു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആർക്ക് വഴി തുറന്നു കിട്ടുന്നുവോ അവരെല്ലാം ആ ഗേഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള ആ തീർത്ഥാടന യാത്രയാകുന്ന ഹജ്ജ് നിർവഹിക്കണമെന്നും അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വമൻ കഫറ ഫഇന്നല്ലാഹ വലിയ്യുൻ അലിൽ ആലമീൻ. നിഷേധിക്കാൻ തീരുമാനിച്ചവർക്ക് നിഷേധിക്കാവുന്നതാണ്. അല്ലാഹു തആല ഒരിക്കലും ലോകരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നവരല്ല. അള്ളാഹുവിന് ലോകരുടെ ആശ്രയത്വം ആവശ്യമില്ല. നിയമങ്ങൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നതും അതിന് അതിമഹത്തായ പ്രതിഫലം അല്ലാഹു തആല നിശ്ചയിക്കുന്നതും മാനവരാശിക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിന്റെ ആ ഭവനത്തെ ലക്ഷ്യമാക്കി നിങ്ങൾ യാത്ര പോവുക എന്നത്, വഴി തുറന്നു കിട്ടുന്നവർ അതിനുവേണ്ടി യാത്ര പോവുക എന്നത് തീർച്ചയായും വിശ്വാസികളുടെ മേൽ അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു കർമ്മമായിട്ടാണ് സൂറ ആല ഇമ്രാനിലെ 97-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഈ ഒരു യാത്രയുടെ പോക്കാണ് പ്രിയപ്പെട്ടവരെ ആ ഭവനത്തിലാക്കാണ് എന്നതുകൊണ്ട്, ആ ഭവനം നമ്മുടെ ഖിയാമിന്റെ, നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്നതുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയും പോകുന്ന ഓരോ വിശ്വാസിയും അതിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെ ആ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അല്ലാഹു തആല ഒരു ഉമ്മത്തിന്റെ നിലനിൽപ്പിന്, ഒരു ബിൽഡിങ്ങിനെ, ഒരു കെട്ടിടത്തെ, ഒരു ഭവനത്തെ അല്ലാഹു തആല അത് തമ്മിൽ പരസ്പരം കൊളുത്തി വെച്ചു, പരസ്പരം ബന്ധപ്പെടുത്തി വെച്ചു? ആലോചിക്കേണ്ടതാ. ഒരു ഉമ്മത്തിന് നിലനിൽക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്ന് പറയാം. ഒരു ഉമ്മത്തിന് നിലനിൽക്കണമെങ്കിൽ സാമ്പത്തികമായ ശേഷി വേണമെന്ന് പറയാം. ഒരു ഉമ്മത്തിന് നിലനിൽക്കണമെങ്കിൽ ഐക്യം വേണമെന്ന് പറയാം. ഇതൊക്കെ പറയാം, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ആ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഭവനവുമായി കൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിനെ ബന്ധപ്പെടുത്തിയെങ്കിൽ ആ ഭവനത്തിന് എന്തോ അതുല്യമായ, അതോടൊപ്പം തന്നെ ആ ഭവനത്തിന്, ആ ഉമ്മത്തിന് ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരാവുന്ന ഏതോ ഒരു വലിയ മഹത്തായ പാഠമുണ്ട്. ഒരു സംശയമില്ല. കഅബ വേറൊരാളുടെയും ഇഷ്ടപ്രകാരം കുറ്റിയടിച്ച് പണിതതല്ല. വേറൊരാൾ നിശ്ചയിച്ചു കൊടുത്തിട്ട് സ്ഥലം നിശ്ചയിച്ചതുമല്ല. മസ്ജിദ് നബവിയുടെ സ്ഥലം നിശ്ചയിച്ചത് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി പങ്കിടി എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടകത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നു എന്നത് മഹ്മൂർ. ആ ഒട്ടകം കൽപ്പിക്കപ്പെട്ടിരുന്നു, നിങ്ങൾ അതിനെ വിട്ടേക്ക്, അതിന് നിശ്ചയിക്കപ്പെട്ട കൽപ്പന നൽകപ്പെട്ട സ്ഥലത്ത് അത് മുട്ടുകുത്തിക്കോളും എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്.
മസ്ജിദ് നബവിയിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് ചെല്ലുമ്പോൾ. അങ്ങനെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് റസൂലുള്ളാഹി ആരുടേതാണ് എന്ന് അന്വേഷിച്ച് അവിടെയാണ് ഭവനം, അല്ലാഹുവിന്റെ ഭവനമാകുന്ന മസ്ജിദ് നബവി പണിയേണ്ടത് എന്ന് തീരുമാനിച്ചത്. പക്ഷേ കഅബ എന്ന് പറയുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിമിന് നാമാണ് സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തത്. ഇബ്രാഹിം അപേക്ഷല്ല, നാം സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തിടത്ത് പണിത ഭവനമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഒരു അർത്ഥസംഖ്യക്കിടയുമില്ലാതെ, ഒരു സൃഷ്ടിയുടെയും ഒരു പങ്കുമില്ലാതെ അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്താണ് ആ ഭവനത്തിന്റെ നിർമ്മാണം, അതിന്റെ സ്ഥാനം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് കഅബയുടെ പ്രത്യേകത. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, തീർച്ചയായും മക്കാനൽ ബൈത്ത്, ആ മഹത്തായ ഗേഹത്തിന്റെ കേന്ദ്രത്തിന്റെ സ്ഥാനം ഇബ്രാഹിമിന് നാമാണ് നിശ്ചയിച്ചു കൊടുത്തത്. നാം പറഞ്ഞിടത്താണ് ഇബ്രാഹിം നബി കുറ്റിയടിച്ചത്, നാം പറഞ്ഞിടത്താണ് ഇബ്രാഹിം നബി ചുമര് പടുത്തത്, നാം പറഞ്ഞിടത്താണ് ആ കഅബയുടെ വിസ്തീർണം, അതിന്റെ നീളവും അതിന്റെ വീതിയും നാം നിശ്ചയിച്ചിടത്താണ് ഇബ്രാഹിം പണിതത്. അതാണ് അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ കഅബയെ അല്ലാഹു തആല ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പൊ അള്ളാഹു ഒരു ഉമ്മത്തിന് നിലനിൽക്കാൻ എത്രത്തോളം അത്യന്താപേക്ഷിതമാണോ, അവന്റെ സഹായം എത്രത്തോളം അടിസ്ഥാനപരമായ ഒരു ഘടകമാണോ, അവന്റെ ഇടപെടലുകൾ എത്രത്തോളം ആവശ്യമാണോ, ആ ആവശ്യകതയുടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒരു ബന്ധം ഈ പറയുന്ന കഅബയുമായിട്ട് അല്ലാഹു തആല ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഖുർആൻ തീർച്ചയായും ഖിയാമൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ ഉമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ നിലനിൽപ്പിന് ആധാരമായി കൊണ്ട് മസ്ജിദുൽ ഹറാം എന്ന കഅബയെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു, ആക്കി തീർത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നത്. എനിക്കിത് നിങ്ങളോട് പൂർണ്ണമായി വിശദീകരിച്ചു തരാൻ പോലും കഴിയുന്ന ഒരായത്തല്ല, ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ട ഒരു ആയത്താണ്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹുവിന്റെ ഈ പ്രയോഗം, തീർച്ചയായും ജഅലല്ലാഹു അൽ കഅബത അൽ ബൈത്തുൽ ഹറാം ഖിയാമൻ എന്ന് ഖുർആൻ പറയുന്ന ഈ പ്രയോഗം കഅബയാകുന്ന മസ്ജിദുൽ ഹറാമിനെ നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ ആയത്തിനെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ആത്മീയമായ തലത്തെ നമ്മൾ സ്വാംശീകരിക്കേണ്ടത് എന്ന് ഓരോരുത്തർക്കും ആലോചിക്കാം. എന്തായാലും അല്ലാഹു തആല അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിടത്തേക്കാണ് ഹാജിമാരാകുന്ന നമ്മൾ പോകുന്നത് എന്ന ചുരുങ്ങിയ ആ ഒരു ബോധമെങ്കിലും നമുക്ക് വേണ്ടേ? ഒരു ഉമ്മത്തി എന്നുള്ള നിലയിലുള്ള എല്ലാ പരീക്ഷണങ്ങൾക്കും വിധേയമായി അല്ലെ ഈ ആഴ്ചയിൽ വയനാട് കൊണ്ടുവന്നൊരു അത് മാനസിക രോഗിയായ നമ്മുടെ ഒരു സഹോദരന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കി പോയില്ലേ? ആൾക്കൂട്ടം തല്ലിക്കൊന്നിട്ട് അതിന് ബലം കിട്ടാൻ പാകിസ്ഥാന്റെ പേരും അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ഒരാളെ അങ്ങോട്ട് തല്ലിക്കൊന്നു കളയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിലെ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന ഒരു ലോകത്തും ഒരു കാലത്തും നമ്മൾ ആലോചിക്കുക, നമ്മളുടെ നിലനിൽപ്പിന് അല്ലാഹു തആല ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്നു ഈ മസ്ജിദുൽ ഹറമിനെ. എന്തുകൊണ്ട്? എന്താണ് അതിനോട് നമ്മൾ നിർവഹിക്കേണ്ടത്? എന്താണ് നമ്മൾ അവിടെ നിന്ന് സ്വാംശീകരിക്കേണ്ടത്? എന്താണ് നമ്മൾ അവിടെ നിന്ന് വായിച്ചെടുക്കേണ്ടത്? എന്താണ് നമ്മൾ അവിടെ നിന്ന് ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ടത്? അതാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. ആ ആലോചനയുടെ ഭാഗം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും അല്ലാഹു തആല നമുക്ക് മാതൃകയായി നിശ്ചയിച്ചു തന്ന മഹാനായ ഒരു പ്രവാചകനും അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ത്യാഗ സുരഭിലമോ അല്ലെങ്കിൽ ത്യാഗ സമ്പൂർണമോ ആയ ഒരു ജീവിതത്തിന്റെ പകർത്തിയെഴുത്താണ് ഓരോ ഹാജിമാരും തങ്ങളുടെ ജീവിതത്തിൽ പ്രതിജ്ഞയായി തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിലൂടെ ഇസ്ലാം ആവശ്യപ്പെടുന്നു. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ 60-ാമത്തെ അധ്യായം സൂറ അൽ മുംതഹിനയിലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു. അത് വിശ്വാസപരമായ വിഷയത്തെ കുറിച്ചാണ്. ഞാൻ ആയത്ത് പലപ്പോഴും ഓതിയിട്ടുള്ളത് കൊണ്ട് ആയത്ത് ഞാൻ മുഴുവനായിട്ട് ഓതാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഇബ്രാഹിമിനും വല്ലദീന
മഅഹു അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ഹാജറയിലും ഇസ്മായിലിലും അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആരെല്ലാം ഉണ്ട് വിശ്വാസികൾ, അവരിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്. ഈ മാതൃക എന്നിട്ട് ഖുർആൻ അവിടെ പറഞ്ഞത് വിശ്വാസപരമായ വിഷയമാണ്. ഇന്നാ ബുറാഉ മിൻകും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. ബാപ്പയായാലും ശരി, ഉമ്മയായാലും ശരി, സഹോദരന്മാരായാലും ശരി, അളാപ്പമാരായാലും ശരി, ആരായിരുന്നാലും ശരി, അല്ലാഹുവല്ലാത്ത ആരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാ ആരാധ്യ വസ്തുക്കളും, അത് വിഗ്രഹങ്ങളായതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഇസ്ലാം നിശ്ചയിച്ച അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൈബിയായ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാം നിശ്ചയിച്ച ആ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാകുന്ന എന്തെല്ലാം വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അവയ്ക്ക് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടോ ആ ഇബാദത്തുകൾ ചെയ്യുന്ന മുഴുവൻ വസ്തുക്കളിൽ നിന്നും നമ്മൾ ഒഴിവാണ് എന്ന വിശ്വാസപരമായ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അത് വായിച്ചെടുക്കാൻ സമ്മതിക്കാത്ത വിധം നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകൾ, അവരിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരുമാകുന്ന ഈ ഹാജിമാരെന്ന് പറയുന്ന ഹജ്ജ് ലക്ഷ്യമാക്കി പോകുന്ന ആളുകൾ ആ ഒരു വിശ്വാസത്തിന്റെ അരികിലേക്ക് പോലും വരാൻ കഴിയാത്ത വിധമാണ് അത്രയേറെ വികലമായ, അത്രയേറെ മോശമായ ഒരു വിശ്വാസത്തെ അമലുകളാക്കി ചെയ്യിച്ചിട്ടാണ്, അത് ചെയ്തുകൊണ്ടേയാണ് ഈ അമലിന് പോകുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് നിലനിൽപ്പിന് ആ ഭവനത്തെ ആധാരമാക്കി കിട്ടും? വിശുദ്ധ ഖുർആൻ ആ ശിർക്കുമായി ബന്ധപ്പെടുന്ന പല ആയത്തുകളും പറഞ്ഞ സൂറത്തുൽ ഹജ്ജിലാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാ. സൂറത്തുൽ ഹജ്ജിലാണ് അതിന്റെ ഗതികേട് പറഞ്ഞത്. അള്ളാഹുവിനെ വിടല്ലേ, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, വിടല്ലേ, അള്ളാഹുവിലേക്ക് നിങ്ങൾ പങ്കാളികൾ ഉണ്ടാക്കല്ലേ. ഹജ്ജ് എന്ന് പറയുന്നതിൽ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കിയ ജാഹിലിയത്തിൽ നിന്ന് വിശുദ്ധമായ തൗഹീദിന്റെ ഹജ്ജ് അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്ത ഏക ഹജ്ജ്. ആ ഒരേ ഒരു ഹജ്ജ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചെല്ലിയ തൽബിയത്തിലൂടെ, അതുവരെ ജാഹിലിയത്തിൽ അവർ ചെയ്ത ഹജ്ജ് ജാഹിലിയത്തിലുണ്ടല്ലോ, ആ ഹജ്ജ് ജാഹിലിയത്തിലുള്ള ഹജ്ജില് ഇല്ലാ ശരീകൻ ഹുവലക്ക് തംലികഹു വമാ മലക, ഒരു ആള് നിനക്ക് പങ്കുകാരനുണ്ട് റബ്ബേ, ലബൈക അല്ലാഹുമ്മ ലബൈക, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാണ് ഞങ്ങളിതാ ഈ മലമടക്കുകളിൽ നിന്ന്, ഈ മലമ്പാതകളിൽ നിന്ന്, ഈ പ്രയാസകരമായ എല്ലാ ഇടങ്ങളിൽ നിന്നും ഞങ്ങൾ ഈ മസ്ജിദുൽ ഹറമിലേക്ക് വന്നിരിക്കുന്നത് എന്ന് അവർ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാണ് എന്ന് പറയുകയും ലാ ശരീക ലക് ഇല്ലാ ശരീകൻ, അതായിരുന്നു ജാഹിലിയത്തിന്റെ തൽബിയത്ത്. ഏത് ഹദീസിലെ ഗ്രന്ഥങ്ങളിലും ഇല്ലാത്തത് എല്ലായിടത്തും ഉണ്ട്. നിനക്കൊരു പങ്കുകാരനുമില്ല, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനല്ലാതെ. ആ പങ്കുകാരനുള്ള എല്ലാ കഴിവും നീ കൊടുത്തതാ. അത് തിരുത്താനാണ് റസൂലുള്ളാഹിയെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചത്. അത് തിരുത്തിയിട്ട് ലാ ശരീക, ഒരു പങ്കുകാരനുമില്ല, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് എല്ലാ ആധിപത്യവും, അവന്റെ ആധിപത്യത്തിൽ നിന്ന് അവൻ വേറെ ഒരു പങ്കുകാരനും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പഠിപ്പിക്കാനാണ് ഇസ്ലാമിന്റെ ഹജ്ജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഈ വിശ്വാസപരമായിട്ടുള്ള ഈ നിഷ്കളങ്കമായ നിഷ്കപടമായ നമ്മളെ ബലപ്പെടുത്തുന്ന ഈ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ 1000 അല്ലെങ്കിൽ 100 കൂട്ടം ഔലിയാക്കന്മാരെയോ 100 കൂട്ടം ബദരീങ്ങളെയോ നമ്മൾ പറയുന്ന വിവിധ പേരുകളിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെയോ മനസ്സിൽ ആവാഹിച്ചെടുത്തു വെച്ച്, അല്ലെങ്കിൽ അങ്ങനെ ആവാഹിച്ചെടുത്തു വെച്ചിട്ടുള്ള അമീറന്മാരാകുന്ന നമ്മുടെ പണ്ഡിതന്മാരാകുന്ന ആളുകൾ കൊണ്ടുപോയാൽ എങ്ങനെ ഈ കഅബ നിങ്ങൾക്ക് ഖിയാമാകും? എന്റെ വിഷയത, എന്റെ സംശയത, എങ്ങനെ ഈ കഅബ നിങ്ങൾക്ക് ഒരു നിലനിൽപ്പിന് ആധാരമാകും?
ആ കഅബയുടെ ഉള്ളിലേക്ക് പോലും ശിർക്കിയായ വിശ്വാസത്തിൽ കടന്നുപോയാൽ. അതുകൊണ്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നതെങ്കിലും ശിർക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു ദുആ ചെയ്യുന്നിടത്തേക്ക് ആമീൻ പറയുന്നവരായി നമ്മൾ മാറല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണോ അല്ലയോ എന്നത് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച ഇത് നിങ്ങൾ ഒഴിവാക്കുന്നിടത്തോളം കാലം നമ്മുടെ ഇടയിൽ ശത്രുതയായിരിക്കും എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതാ. ഖുർആൻ പറയണേ, 60-ാമത്തെ അധ്യായം 4-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് വെച്ച് വായിച്ചോ. അല്ലാഹ് പറയാ, ഇബ്രാഹിം നബി പറഞ്ഞത് അങ്ങനെയാണ്. അതിലാണ് നിങ്ങൾക്ക് മാതൃക ഉള്ളത്. പ്രിയപ്പെട്ട ഉസ്താദാണ്, മദ്രസയിൽ പഠിപ്പിച്ചതാണ്, നമ്മളെ പള്ളിയിൽ 20 വർഷം 25 വർഷമായിട്ട് ഖത്തീബാണ്, ഒക്കെ ശരിയാ. ഇബ്രാഹിം നബിയെ പോറ്റി വളർത്തിയ ആസറിനോട് പറയാൻ പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ചു, സ്വന്തം പിതാവിനോട് പറയാൻ പറയാ, നമ്മൾ തമ്മിൽ ശത്രുതയിലായിരിക്കും പാപ്പ. ഏകനായ അല്ലാഹുവിൽ നിങ്ങളുടെ വിശ്വാസം ശരിപ്പെടുന്നത് വരെ, അത് കൃത്യപ്പെടുന്നത് വരെ, ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ ശരിയാം വണ്ണം മുറുകെ പിടിക്കുന്നത് വരെ നമ്മൾ ശത്രുതയിലായിരിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് 30 ലക്ഷം ആളുകളെ കഅബയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുന്നില്ല. പക്ഷെ പോകുന്നവരുടെ മനസ്സിൽ ഒരുപാട്, മഹാനായ മുഹ്യിദ്ദീൻ റഹ്മഹുല്ലാഹ് ചോദിച്ചതുപോലെ, മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ് ചോദിച്ചതുപോലെ, മനസ്സിൽ 1000 ഇലാഹുകളെ കൊണ്ട് നടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വിളിക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യൂല. അതുകൊണ്ട് ഒന്നാമതായി വിശ്വാസപരമായി ആ കുടുംബം പുലർത്തിയ കണിശമായ ആ തൗഹീദിന്റെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹത്തായ ആ ഗേഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം. രണ്ടാമതായിട്ട് കർമ്മപരമായ മേഖലയാണ്. അത് വിശുദ്ധ ഖുർആൻ ഹജ്ജിന്റെ അവസാനത്തെ ആയത്തിലാണ് പറഞ്ഞത്, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. നിങ്ങൾ ആദർശം ഏതാ? നിങ്ങൾ എങ്ങനെയാണ് കർമ്മ മേഖല ചെയ്യേണ്ടത്? ഹജ്ജാകുന്ന ഈ മഹത്തായ കർമ്മത്തിന് പോകുന്നവരോട് പ്രത്യേകിച്ചും 1000 വട്ടം ചോദിക്കണം, എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിന് വേണ്ടി കർമ്മ മേഖലയെ ചിട്ടപ്പെടുത്തിയത്? എങ്ങനെയാണത് മുറുകെ പിടിച്ചത്? എങ്ങനെയാണ് ത്യാഗോജ്ജലമായ ജീവിതം നയിച്ചത്? എന്താണ് അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അള്ളാഹുവിന് അദ്ദേഹം പ്രണമിച്ചത്, അല്ലെങ്കിൽ അള്ളാഹുവിന് അദ്ദേഹം പ്രണയിച്ചത്? ആ പ്രണയമാണ് പ്രിയപ്പെട്ടവരെ ഓരോ ഹാജിമാരും പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടത്. അല്ലാഹ് എന്ന് പറയുന്ന ആ വികാരം, അല്ലാഹ് എന്ന് പറയുന്നവരോട് നമുക്കുള്ള അദമ്യമായ സ്നേഹം, അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൽപ്പനയോടുള്ള നമ്മുടെ കീഴൊതുങ്ങാനുള്ള ആ സർവ്വതും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാനുള്ള കീഴൊതുങ്ങാനുള്ള ആ സന്നദ്ധത, അല്ലാഹു തആല വർജിച്ചതിനെ വർജിക്കുവാനുള്ള ആ ഏറ്റവും ഒന്നാമതായി അതിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നവൻ ഞാനായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സന്നദ്ധത. മില്ലത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ആദർശമാണ് കേട്ടോ നിങ്ങൾക്ക് തന്നത്. കർമ്മ മേഖല അങ്ങനെയാണ്. സ്വന്തം മകനെ അത് കത്തിവെച്ച് അറുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാനതിന് സന്നദ്ധമാണ്, എനിക്ക് മുസ്ലിമായേ പറ്റൂ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമർപ്പണമാണ് പ്രിയപ്പെട്ടവരെ. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം നമ്മളായിട്ടൊരു മുറ ഉണ്ടാക്കണ്ട കേട്ടോ. മുറയ്ക്ക് അല്ലാഹുവിന്റെ ഖുർആനും അവന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ആ ക്രമം തെറ്റാതെ ആ മുറപ്രകാരം അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗോജ്ജലമായ പരിശ്രമ ജീവിതമാണ് ഓരോ ഹാജിമാരും ഒരു ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞു വന്നാൽ പിന്നീടുള്ള ജീവിതത്തിന്റെ പ്രത്യേകത. എവിടെ നമുക്കിതിന്റെ മാതൃക? എവിടെ നമുക്ക് ഈ ഇത്തരം ഒരു ഹാജിമാരുടെ ജീവിതത്തിന്റെ മാതൃക എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോഴും ചടങ്ങിൽ നിൽക്കുകയാണ്. കർമ്മത്തിലേക്ക് വന്നിട്ടില്ല, അനുഷ്ഠാനത്തിലേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, നോമ്പ് നമ്മൾ 1 മാസക്കാലം
ചടങ്ങായി നമ്മൾ ചെയ്തു, അനുഷ്ഠാനത്തിലേക്ക് വന്നില്ല. അനുഷ്ഠാനത്തിലേക്ക് വന്നെങ്കിൽ തുടർകാല ജീവിതവും അതിൻ്റെതായ മാറ്റങ്ങൾ, അതിൻ്റെതായ പരിവർത്തനങ്ങൾ, അതിൻ്റെതായ ആ ഉൾക്കൊള്ളലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഹജ്ജ് ചെയ്തവരും അങ്ങനെ ചടങ്ങിൽ നിൽക്കുകയാണ്, ആചാരത്തിൽ നിൽക്കുകയാണ്, അനുഷ്ഠാനത്തിലേക്ക് വരുന്നില്ല. അനുഷ്ഠാനത്തിലേക്ക് വരുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ ത്യാഗോചരമായ ആ ജിഹാദിയായ ജീവിതത്തിൽ നമ്മൾ സന്നദ്ധമാവുക. അതിനുവേണ്ടിയാണ് വർഷത്തിൽ 5 ദിവസം മാത്രം നിൽക്കുന്ന ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 പരമാവധി അവസാനിക്കുന്ന ഒരു മഹത്തായ കർമ്മത്തെ ഇസ്ലാമിന്റെ നെടും തൂണുകളിൽ ഒരു തൂണായിട്ട് അള്ളാഹു തആല സ്ഥാപിച്ചവിടെ വെച്ചത്. അത് അതിൻ്റെതായ രൂപക്രമത്തിൽ ചെയ്താൽ, അതിൻ്റെതായ വിശ്വാസത്തോടു കൂടി ചെയ്താൽ, ആ പരിശുദ്ധമായ കഅബയിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് അങ്ങനെ അതിൻ്റെതായ നിയ്യത്തോടുകൂടി അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അങ്ങനെ ചെന്നാൽ ഖിയാമൻ നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള നിലനിൽപ്പിന്റെ ആധാരമായ ഒരു ജീവിതം വിശ്വാസപരമായും അനുഷ്ഠാനപരമായും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതിനു വേണ്ടിയാണ് അള്ളാഹു തആല നിശ്ചയിച്ചത്. കാര്യങ്ങൾ അതിൻ്റെ ശരിയാം വണ്ണം മനസ്സിലാക്കി അതിനെ ഏറ്റവും ശരിയായ രൂപത്തിൽ സ്വീകരിച്ച് അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സുപ്രസിദ്ധമായ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള 2 കൊച്ചു ഹദീസുകളുണ്ട്. ഒന്ന്, മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ ഗേഹത്തെ ലക്ഷ്യമാക്കി വരുന്നവർ ആരാണോ, ഫലം യർഫുസ്, അതിൽ വേണ്ടാധീനതകളൊന്നുമില്ല, പ്രത്യേകിച്ച് ലൈംഗിക ചൊവ്വയുള്ള, ദ്വയാർത്ഥങ്ങളുള്ള, ലൈംഗികപരമായിട്ട് എന്തെങ്കിലും വൈകാരികത ഉണ്ടാക്കുന്ന നോട്ടങ്ങളോ കാര്യങ്ങളോ സംസാരങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഈ ഗേഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരെങ്കിലും അത് വരുന്നു. വലം യഫ്സുക്ക്, തോന്നിവാസങ്ങളുമില്ല, തെമ്മാടിത്തങ്ങളില്ല, മറ്റ് ആളുകളെ പറ്റിക്കുക, സാമ്പത്തികമായി പറ്റിക്കുക, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, അങ്ങനത്തെ ഫുസൂക്കിയത്തുമില്ല. ഇത് രണ്ടുമില്ലാത്ത ഒരവസ്ഥയിൽ ഈ ഗേഹത്തെ ആരെങ്കിലും ലക്ഷ്യമാക്കി വന്നാൽ തീർച്ചയായും അവനെ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെയാണ് അവൻ തിരിച്ചു വരിക. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഉമ്മ പെറ്റ കുട്ടിയെ പോലെയാണ് തിരിച്ചു വരിക. ഇത് ശേഷിക്കുന്ന ജീവിതത്തിന്റെ ഭൗതികമായ തലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. എങ്ങനെയാണ് ഉമ്മ പെറ്റ കുട്ടിയെ പോലെ നേർക്കുനേർ അള്ളാഹുവിന് വേണ്ടി പിന്നീട് ജീവിക്കുന്ന ഒരു നിഷ്കളങ്കനായ നിഷ്കപടനായ ഒരു വ്യക്തിയായിട്ടാണ് ഓരോ ഹജ്ജിമാരും അവിടെ നിന്ന് തിരിച്ചു വരുന്നത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അതൊരു പ്രായശ്ചിത്തമാണ്. ലിമാ ബൈനഹുമാ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള കാലം അവർക്കൊരു പ്രായശ്ചിത്തമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂർ വലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ പുണ്യകരമായ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട പുണ്യകരമായ ഒരു ഹജ്ജ് ആരെങ്കിലും ചെയ്താൽ തീർച്ചയായും അവന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ വേറൊന്നുമില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിയും പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇതാണ് ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത 2 തലങ്ങൾ. ഒന്ന്, ശേഷിക്കുന്ന ഭൗതികമായ ലോക ജീവിതത്തിൽ അവനോളം നിഷ്കളങ്കനായ, അവനോളം ഒരു കുട്ടിയെപ്പോലെ നിർമ്മലനായ വേറൊരാളുണ്ടാകില്ല. 2, അവൻ അതിന്റെ മഹത്തായ പ്രതിഫലം നാളെ പാരത്രിക ലോകത്ത് ഏറ്റുവാങ്ങും. അത് സ്വർഗമാകുന്ന പ്രതിഫലമല്ലാതെ അതിൽ കുറഞ്ഞ പ്രതിഫലമൊന്നും അവനായിട്ടില്ല എന്നതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ മഹത്തായ ഒരു കർമ്മത്തിനാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പോയി വന്നിട്ടുള്ള ആളുകൾ ഞങ്ങൾ പോയി എന്ന ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിന്റെ ഓരങ്ങളെ, ജീവിതത്തിന്റെ ഇടവഴികളെ, ജീവിതത്തിൽ നമ്മൾ കയറി ഇറങ്ങി സഞ്ചരിച്ചു പോകുന്ന ഇടങ്ങളെ
ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും ശരിയാവും വണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനനുസൃതമായി കൊണ്ട് നമുക്ക് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യവും അള്ളാഹു തആല